സെന്റ് തെരാസസ് കോളേജിലെ വരാന്തയിലൂടെ അന്ന നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരാൾ മാത്രമായിരുന്നു, ഡേവിഡ്. കോളേജിലെ ഏറ്റവും ഗൗരവക്കാരനായ, എന്നാൽ പെൺകുട്ടികളുടെ എല്ലാം ഹൃദയം കവർന്ന ഇംഗ്ലീഷ് പ്രൊഫസർ. അന്ന 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. കോളേജിലെ ഏറ്റവും കുസൃതിക്കാരിയായ അവൾക്ക് പക്ഷേ ഡേവിഡിൻ്റെ മുന്നിൽ എത്തുമ്പോൾ മാത്രം ഒരു വിറയലാണ്. അന്ന, നീ ഇതെങ്ങോട്ടായി ഓടുന്നത്? അവളുടെ കൂട്ടുകാരി മീര പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു. എടി, അടുത്തത് ഡേവിഡ് സാറിൻ്റെ ക്ലാസ്സാണ്. ഒരു മിനിറ്റ് വൈകിയാൽ മൂപ്പരെന്നെ പുറത്താക്കും, അന്ന കിതച്ചുകൊണ്ട് പറഞ്ഞു. അന്ന ക്ലാസ്സിലേക്ക് ഓടിക്കയറിയതും ഡേവിഡ് അകത്തേക്ക് പ്രവേശിച്ചതും ഒപ്പമായിരുന്നു. കറുത്ത ഷർട്ടും അതേ കരയുള്ള വെള്ളമുണ്ട് ഉടുത്തു നിൽക്കുന്ന ഡേവിനെ കണ്ടപ്പോൾ അന്നയുടെ ശ്വാസം ഒന്ന് നിലച്ചു. തീക്ഷ്ണമായ ആ കണ്ണുകൾ അവളിലൊന്ന് തങ്ങി നിന്നു. ലേറ്റ് അഗൈൻ മിസ് അന്ന. ഡേവിഡിൻ്റെ ശബ്ദത്തിൽ ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു. സോറി സർ, ഇനി ആവർത്തിക്കില്ല, തലകുനിച്ചുകൊണ്ട് അന്ന പറഞ്ഞു. ഇത് 10ാമത്തെ തവണയാണ് നീ ഈ ഡയലോഗ് പറയുന്നത്. പോയിരിക്കെ, ഗൗരവം വിടാതെ അദ്ദേഹം പറഞ്ഞു. ക്ലാസ് നടക്കുമ്പോഴും അന്നയുടെ ശ്രദ്ധ മുഴുവൻ ഡേവിഡിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും സംസാരിക്കുന്ന രീതിയും അവളിൽ പ്രണയത്തിൻ്റെ പുതിയ അലകൾ സൃഷ്ടിച്ചു. എന്നാൽ ഡേവിഡ് ആകട്ടെ അവളെ ഒരു കുസൃതിക്കാരിയായ കുട്ടി എന്നതിലുപരി ഗൗനിച്ചിരുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് ഡേവിഡ് പോകുമ്പോൾ അന്ന ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. സർ, എനിക്ക് ഈ ഭാഗം ഒന്നുകൂടി വിശദീകരിച്ചു തരുമോ? ഡേവിഡ് അവളെ നോക്കി. അവളുടെ കണ്ണുകളിലെ തിളക്കം അയാൾ ശ്രദ്ധിക്കാതിരുന്നില്ല. സ്റ്റാഫ് റൂമിലേക്ക് വരും, ഇത്ര മാത്രം പറഞ്ഞ് അയാൾ നടന്നു. സ്റ്റാഫ് റൂമിലേക്ക് വെച്ച് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ കൈകൾ തമ്മിൽ അറിയാതെ ഒന്ന് സ്പർശിച്ചു. ആ നിമിഷം അന്നയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ഡേവിഡ് പെട്ടെന്ന് കൈ പിൻവലിച്ച് അയാളുടെ മുഖത്തൊരു ചെറിയ ഭാവമാറ്റം വന്നു. സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ അന്നയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ഡേവിഡിൻ്റെ കൈവിരലുകൾ തൻ്റെ കൈകളിൽ തട്ടിയ ആ നിമിഷം അത് വെറും ഒരു സ്പർശനമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ ആ ഒരു നിമിഷത്തെ ഭാവമാറ്റം അന്നയെ വല്ലാതെ അസ്വസ്ഥയാക്കി. ഇനി സാറും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നാണത്തോടെ ആലോചിച്ചുകൊണ്ടവൾ ഹോസ്റ്റലിലേക്ക് പോയി. പക്ഷെ അടുത്ത ദിവസങ്ങൾ അന്നയെ സംബന്ധിച്ചിടത്തോളം കഠിനമായിരുന്നു. ഡേവിഡ് അവളെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം കോളേജ് വിട്ടിറങ്ങുമ്പോഴാണ് ആകാശം കറുത്തിരുണ്ടത്. മിനിറ്റുകൾക്കകം മഴ പെയ്തു തുടങ്ങി. കാറിനടുത്ത് നിൽക്കുകയായിരുന്ന ഡേവിഡ് വരാന്തയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അന്നയെ കണ്ടു. അവൾ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന, ഇവിടെ നിൽക്കാതെ വാ, ഞാൻ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കാം, ഡേവിഡ് വിളിച്ചു. അവൾ സന്തോഷത്തോടെ അവൻ്റെ ഒപ്പം കയറി. കാറിനുള്ളിൽ അവർ രണ്ടുപേരും മാത്രമായി. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട്. കാറിൻ്റെ ഉള്ളിൽ മനോഹരമായ പ്രണയഗാനങ്ങൾ കേൾക്കുന്നുണ്ട്. അന്ന അതിൽ മുഴുകിയിരിക്കുകയാണ്. ഇടയ്ക്കിടെ അവളുടെ നോട്ടം ഡേവിഡിലേക്ക് പാളി വീഴുന്നുണ്ട്. ഡേവിഡ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ അന്ന മെല്ലെ ചോദിച്ചു, സാറിന് എന്നോട് ദേഷ്യമുണ്ടോ? പെട്ടെന്ന് ഡേവിഡ് വണ്ടി ബ്രേക്ക് ഇട്ടു. അവൻ അവളെ നോക്കി. ആ കണ്ണുകളിലെ പ്രണയവും അതിലേറെ ഒരുതരം നിസ്സഹായതയും ഉണ്ടായിരുന്നു. നീ എന്തിനാ അന്ന ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ ആർദ്രത അന്ന ആദ്യമായി കാണുകയായിരുന്നു. അത് സാർ എന്നെ ഒഴിവാക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ സാറിനെ ഒരുപാട്. അവൾ പൂർത്തിയാക്കിയില്ല. പെട്ടെന്ന് ഡേവിഡ് അവളുടെ മുഖം തൻ്റെ കൈപ്പിടിയിലൊതുക്കി. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളും നിറഞ്ഞ കണ്ണുകളും അയാളിലെ നിയന്ത്രണങ്ങൾ തകർത്തു. മെല്ലെ വളരെ പതുക്കെ അദ്ദേഹം അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. AC-യുടെ തണുപ്പിലും മഴയുടെ കുളിരിലും ഇരുവരുടെയും ഉള്ളിൽ പ്രണയത്തിൻ്റെ കനലെരിഞ്ഞു തുടങ്ങിയിരുന്നു. ഇരുവരും പരസ്പരം കണ്ണുകളിൽ നോക്കിയിരുന്നു. പതിയെ രണ്ടുപേരുടെയും മുഖം അടുത്തു വന്നു. അന്ന മെല്ലെ കണ്ണുകൾ അടച്ചു. ഡേവിഡ് അവളുടെ ഇളം പിങ്കുന്ന ചുണ്ടിലെ മെല്ലെ തൻ്റെ ചുണ്ടു ചേർത്തു. അന്നയുടെ കൈകൾ അറിയാതെ അവൻ്റെ ഷർട്ടിൽ മുറുകി. ഡേവിഡ് മുന്നോട്ടാഞ്ഞു വന്ന് അവളുടെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവൻ മെല്ലെ അവളുടെ കീഴ്ചുണ്ട് തൻ്റെ ചുണ്ടുകളുടെ ഇടയിലാക്കി നുണയാൻ തുടങ്ങി. അന്ന അവൻ്റെ ചുംബനത്തിൽ ലയിച്ചു പോയിരുന്നു. മെല്ലെ തുടങ്ങിയ ചുംബനം ഇപ്പോൾ കീഴ്ചുണ്ടും മേൽചുണ്ടും കടന്ന് നാവിലേക്ക് ചെക്കേറിയിരുന്നു. അന്നയുടെ കൈകൾ അവൻ്റെ കഴുത്തിൽ മുറുകി. അവളിൽ നിന്നുയരുന്ന സീൽക്കാരങ്ങൾ അവനിലെ ആവേശം കൂട്ടി. കിതച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കുമ്പോൾ ഇരുവരും മെല്ലെ ചിരിച്ചു. ഡേവിഡ് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ. അദ്ദേഹം അവളുടെ കാതിൽ മന്ത്രിച്ചു. ആ വാക്കുകൾ കേട്ടതും അന്നയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഐ ലവ് യു ഇച്ചായ. നാണത്തോടെ അത് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊത്തി. ലവ് യു ടു കള്ളിപ്പെണ്ണേ. അവളുടെ നെറ്റിയിൽ അരുമയായി മുത്തിക്കൊണ്ട് പറയാൻ അവൻ്റെ മനസ്സും നിറഞ്ഞിരുന്നു. കാറിനുള്ളിലെ ആ നിമിഷത്തിന് ശേഷം അന്നയുടെ ലോകം പാടെ മാറിയിരുന്നു. ഒരു ശനിയാഴ്ച ഡേവിഡ് അവളെ ഒരു കഫേയിലേക്ക് വിളിച്ചു. ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള കഫേയിലേക്ക് വരാമോ, 4 മണിക്ക് എന്നായിരുന്നു മെസ്സേജ്. കഫേയിലെ ക്യാഷ്വൽ വസ്ത്രത്തിലിരിക്കുന്ന ഡേവിഡിനെ കണ്ടപ്പോൾ അന്ന അതിശയിച്ചു. അവൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടിയതായി അവൾക്ക് തോന്നി. നീ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടല്ലോ പൊന്നെ. അദ്ദേഹം അവളുടെ കാതോരം പതുക്കെ മന്ത്രിച്ചു. ഇച്ചായനെയും കാണാൻ ഗ്ലാമറായിട്ടുണ്ട്, അവനോട് ചേർന്നിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ വിജനമായൊരു കുന്നിൻ ചെരുവിലേക്ക് പോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തണുത്ത കാറ്റിൽ അന്നയുടെ മുടിയിഴകൾ ഡേവിഡിൻ്റെ മുഖത്ത് തട്ടി. അദ്ദേഹം മെല്ലെ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്തിരുത്തി. ഇച്ചായ, എന്നെ വിട്ടു പോകില്ലല്ലോ, അവൾ ചോദിച്ചു. ഒരിക്കലുമില്ല എന്നെ പെണ്ണെ, നീ എൻ്റെ ജീവൻ്റെ ഭാഗമാണ്. അദ്ദേഹം അവളുടെ മുടിയിൽ ചുംബിച്ചു. പിന്നെന്താ കോളേജിൽ വെച്ച് എന്നെ അന്ന് അവഗണിച്ചത്? എനിക്കെന്തോരം വിഷമമായെന്നറിയോ? അവൾ അവൻ്റെ തോളിൽ ചാരിക്കിടന്ന് കൊഞ്ചി. ഞാൻ നിന്നോട് അടുത്തിടപഴകുന്നത് ആരെങ്കിലും കണ്ടാൽ എന്തു പറയും കൊച്ചേ? നിന്റെ വീട്ടിലറിഞ്ഞാൽ എന്താവും അവസ്ഥയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, നിന്റെ പഠനത്തെയും അത് ബാധിക്കും. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എൻ്റെ കൊച്ച്. അവൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ കോളേജിൽ വെച്ച് എന്നോട് മിണ്ടില്ല? ഒരുപാട് സ്വാതന്ത്ര്യം എടുത്തു മിണ്ടിയാൽ ആരെങ്കിലും പാര പണിത് അത് നിന്റെ അപ്പനെ അറിയിക്കും. പിന്നെ അയാൾ നിന്റെ പഠിത്തവും മുടക്കും. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ അന്നക്കൊച്ചിനെ എന്നും കാണാമല്ലോ. അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറയവേ അവൾ അവനോട് കൂടുതൽ ചേർന്നിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ മുറുകി. അന്ന തൻ്റെ കണ്ണുകൾ അടച്ചു. അവൻ്റെ വശ്യമായ സാമീപ്യം അവൾ ആവോളം ആസ്വദിച്ചു. അവൻ്റെ ബലിഷ്ഠമായ ശരീരത്തിനടുത്ത് അന്ന വെറും പൂച്ചക്കുട്ടി മാത്രമാണ്. ഡേവിഡ് പതുക്കെ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു. നാണം വരുന്നുണ്ടോ എൻ്റെ പെണ്ണിന്? അവരുടെ ശ്വാസങ്ങൾ തമ്മിൽ ഇടയുന്ന അത്രയും അടുത്തായിരുന്നു അവർ. അവൻ്റെ ചുടുനിശ്വാസം മുഖത്ത് തട്ടിയതും അന്നയുടെ കൈകൾ കുളിരണിഞ്ഞു. ഡേവിഡിൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ ലക്ഷ്യമാക്കി നീങ്ങി. ഡേവിഡ് അവളുടെ ടോപ്പ് അല്പം ഉയർത്തി തൻ്റെ കൈ അവളുടെ അണിവയറിലേക്ക് കടത്തി. അന്ന പുളഞ്ഞു പൊങ്ങി. അവൻ അവളെ എടുത്ത് മടിയിലിരുത്തി അവളുടെ ചുണ്ടുകളെ മുഴുവനായി വായിലാക്കിക്കൊണ്ട് നുണഞ്ഞെടുത്തു. അന്നയുടെ കഴുത്തിൽ നിന്ന് മുടിയിഴകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ അവിടെ അമർത്തി ചുംബിച്ചു. അന്നയിൽ നിന്ന് സീൽക്കാരങ്ങൾ ഉയർന്നു. പ്രണയത്തിൻ്റെ ആ വശ്യമായ നിമിഷത്തിൽ അവർ രണ്ടുപേരും അലിഞ്ഞു ചേർന്നു. തിരികെ ഡേവിഡിൻ്റെ കയ്യിൽ കരം ചേർത്ത ആ മലയിറങ്ങുമ്പോൾ അന്ന വളരെ സന്തോഷവതിയായിരുന്നു. എന്നാൽ ദൂരെ ഒരു മരത്തിന് പിന്നിൽ നിന്ന് ആരോ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സഞ്ജയ് ആയിരുന്നു അത്. അടുത്ത ദിവസം കോളേജിലെത്തിയപ്പോൾ അവിടുത്തെ അന്തരീക്ഷം മാറിയിരുന്നു. അന്നയുടെ കൂട്ടുകാരി മീര പറഞ്ഞു, അന്ന, ആരോ നിന്നെയും ഡേവിഡ് സാറിനെയും ഇന്നലെ ഒന്നിച്ചു കണ്ടുവെന്ന് കോളേജിൽ സംസാരമുണ്ട്. സഞ്ജയ് ആണിത് പറഞ്ഞു നടക്കുന്നത്. അന്നയ്ക്ക് മീരയോട് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. അന്നയുടെ നെഞ്ചിൽ ഇടുത്തി വീണു. ഡേവിഡ് ഇന്ന് ഉച്ചയ്ക്ക് വരികയുള്ളൂ. അവൾക്കത് ഒറ്റയ്ക്ക് നേരിടാൻ ഭയമായിരുന്നു. ഉച്ചയ്ക്ക് ലൈബ്രറിയിലിരിക്കുമ്പോൾ സഞ്ജയ് അന്നയുടെ അടുത്തേക്ക് വന്നു. അവൻ അവളുടെ അടുത്ത് വന്ന് ചേർന്നിരുന്നു. എന്താ അന്ന, ഇംഗ്ലീഷ് ട്യൂഷനൊക്കെ കുന്നിൻപുറത്താണോ ഇപ്പോൾ? അവൻ പരിഹാസത്തോടെ ഒരു ഫോട്ടോ കാണിച്ചു. അന്ന തകർന്നുപോയി. അവൾ നേരെ ഡേവിഡിൻ്റെ അടുത്തേക്ക് ഓടി. ഡേവിഡ് അവളെ സമാധാനിപ്പിച്ചു. കരയല്ലേ അന്ന, ഞാനുണ്ടല്ലോ കൂടെ. അവനൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ആരും കാണില്ലെന്നുറപ്പിൽ അദ്ദേഹം അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. എന്നാൽ അവർ അറിയാതെ ആ ക്യാബിൻ്റെ ജനലിലൂടെ മറ്റൊരു കണ്ണവരെ നോക്കുന്നുണ്ടായിരുന്നു. അത് പ്രിൻസിപ്പലിൻ്റെ PA ആയിരുന്നു. പിറ്റേന്ന് ഡേവിഡ് പ്രിൻസിപ്പലിൻ്റെ മുറിയിലായിരുന്നു. പ്രിൻസിപ്പലിൻ്റെ PA കണ്ട കാഴ്ച പുറത്തായതോടെ ഡേവിഡിനെ സസ്പെൻഡ് ചെയ്തു. ഡേവിഡ് തൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ അന്ന ഓടിച്ചെന്ന് അകത്തേക്ക് കയറി. ആരും ശ്രദ്ധിക്കാതെ ഒരു മൂലയിൽ വെച്ചവൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചു.
അടുത്തേക്ക് പിൻവലിച്ചു. എന്നെ സസ്പെൻഡ് ചെയ്തു അന്ന. പക്ഷെ അതല്ല പ്രശ്നം. സഞ്ജയ് നിന്റെ വീട്ടിൽ വിളിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പൻ എന്തായാലും വരും. ഡേവിഡ് പറഞ്ഞതുപോലെ അന്നയുടെ അച്ഛൻ രോഷാകുലനായി കോളേജിലെത്തി. എടാ ഡേവിഡേ, എൻ്റെ മകളെ നീ ചതിക്കുകയായിരുന്നല്ലേ, അയാൾ അലറി. അന്ന അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പ സാറിനെ ഒന്നും പറയരുത്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. സാറിന് എന്നെ നിർത്തടി. കുടുംബത്തിൻ്റെ മാനം കളയാനായി ഓരോന്ന് ജനിച്ചോളും. അച്ഛൻ അവളുടെ കരണത്ത് ആഞ്ഞൊരടി കൊടുത്തു. അന്നയെ വലിച്ചിടിച്ച് അയാൾ കൊണ്ടുപോകുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഡേവിഡിനെ നോക്കി. ഡേവിഡിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ നിസ്സഹായനായി അവിടെ ഇരുന്നു പോയി. വീട്ടിലെത്തിയ ഉടനെ അച്ഛൻ അന്നയുടെ ഫോൺ പിടിച്ചു വാങ്ങി. അവളെ മുറിക്കുള്ളിലാക്കി പൂട്ടി. 3-ാം ദിവസം രാത്രി അവളുടെ മുറിയുടെ ജനലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. ജനൽ പതുക്കെ തുറന്നപ്പോൾ ഡേവിഡ് അവിടെ നിൽക്കുന്നു. പൊന്നെ പേടിക്കണ്ട, ഞാൻ വന്നല്ലോ. അദ്ദേഹം ജനാലയിലൂടെ കൈകൾ നീട്ടി അവളുടെ മുഖം തലോടി. അന്ന അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചുംബിച്ചു. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ സാർ, അവൾ കരഞ്ഞു. നീ കുറച്ച് ദിവസം കൂടി ക്ഷമിക്കണം. ഡേവിഡ് അവളുടെ നെറ്റിയിൽ ജനൽ കമ്പികൾക്കിടയിലൂടെ ആഞ്ഞു ചുംബിച്ചു. അദ്ദേഹം ഒരു ചെറിയ കവറും ഫോണും അവൾക്ക് നൽകി. ഐ ലവ് യു. അദ്ദേഹം വേഗം ഇരുട്ടിലേക്ക് മറിഞ്ഞു. അന്ന ആ കുറിപ്പ് നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നാൽ ഡേവിഡ് മടങ്ങിപ്പോകുന്നത് സഞ്ജയ് ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അന്നയുടെ വിവാഹം സഞ്ജയനുമായി നിശ്ചയിച്ചു. അന്ന തകർന്നുപോയി. രാത്രി ഡേവിഡ് വീണ്ടും വന്നപ്പോൾ അവൾ വിവരം പറഞ്ഞു. സാർ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. ഡേവിഡ് കമ്പികൾക്കിടയിലൂടെ അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. അവരുടെ ചുണ്ടുകൾ ഒന്നായി. നാളെ രാത്രി ഞാൻ വരും, നീ തയ്യാറായിരിക്കണം, ഡേവിഡ് ഒരു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഡേവിഡ് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയതും സഞ്ജയൻ്റെ കുണ്ടകൾ അവനെ വളഞ്ഞു. അവർ ഡേവിഡിനെ ക്രൂരമായി മർദ്ദിച്ചു. സഞ്ജയ് ഡേവിഡിൻ്റെ തലയിൽ വടികൊണ്ടടിച്ചു. ഡേവിഡ് ബോധരഹിതനായി വീണു. അന്ന നിലവിളിച്ചെങ്കിലും അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിവാഹ ദിവസം പുലർന്നു. അന്നയെ നിർബന്ധിച്ചൊരു വെള്ള ഗൗൺ ഉടുപ്പിച്ചു. പള്ളിയിൽ വെച്ച് പുരോഹിതൻ ചോദിച്ചു, അന്ന, ഈ നിൽക്കുന്ന സഞ്ജയ് മാത്യുവിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? അന്ന കരഞ്ഞതല്ലാതൊന്നും പറഞ്ഞില്ല. അല്ല. മണ്ഡപത്തിൻ്റെ പിന്നിൽ നിന്ന് ഡേവിഡിൻ്റെ ശബ്ദമുയർന്നു. മുറിവുകളിൽ ബാൻഡേജ് ഇട്ടുകൊണ്ട് ഡേവിഡ് എത്തി. അവൻ്റെ പിന്നിൽ പോലീസും ഉണ്ടായിരുന്നു. തന്നെ തടയാൻ വന്ന ഗുണ്ടകളെ അയാൾ നിഷ്പ്രയാസം നേരിട്ടു. സഞ്ജയനെ അടിച്ചു വീഴ്ത്തി. പോലീസ് സഞ്ജയനെ കൊണ്ടുപോയി. അന്നയുടെ അച്ഛൻ തലകുനിച്ചു നിന്നു. എന്നാൽ അന്നയുടെ കണ്ണുകൾ തിളങ്ങി, സന്തോഷത്തിൽ തിളങ്ങി. അവൾ ഓടിച്ചെന്ന് അവനെ പുണർന്നു. അവൻ അവളെ കൂട്ടി വീണ്ടും അൾത്താരയുടെ മുന്നിൽ വന്ന് നിന്നു. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഡേവിഡ് അന്നയുടെ കഴുത്തിൽ മിന്നുകെട്ടി. വിവാഹത്തിന് ശേഷം ഡേവിഡിൻ്റെ വീട്ടിൽ അവർ എത്തിയ രാത്രി അന്ന ഒരു ചുവന്ന നേർത്ത സാരി എടുത്ത് കാത്തിരുന്നു. ഡേവിഡ് അവളുടെ അടുത്ത് വന്നിരുന്നു. പേടിയുണ്ടോ എൻ്റെ പൊന്നിന്? അവളുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. എൻ്റെ ഇച്ഛായനല്ലേ, ഞാൻ എന്തിനാ പേടിക്കുന്നത്? അന്ന അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഡേവിഡ് പതുക്കെ അവളുടെ കാതോരം ചെന്ന് മന്ത്രിച്ചു. ഐ ലവ് യു അന്ന. ആ രാത്രിയുടെ നിശബ്ദതയിൽ അവർ രണ്ടുപേരും ഒരു ശരീരമായി മാറി. പിറ്റേന്ന് രാവിലെ ഡേവിഡ് പറഞ്ഞു, നമുക്കിന്ന് നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകണം. അപ്പൻ്റെ പിണക്കം മാറ്റണ്ടേ? എന്നാൽ അവർ അന്നയുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അന്നയുടെ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. സഞ്ജയൻ്റെ കുടുംബത്തിൻ്റെ ഭീഷണി കാരണം അച്ഛനും അമ്മയും എങ്ങോട്ടോ പോയിരിക്കുന്നു. അന്ന ഡേവിഡിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരഞ്ഞു. തിരികെ വീട്ടിലെത്തിയപ്പോൾ ഡേവിഡ് അവളെ സമാധാനിച്ചു. നീ കുറച്ചു നേരം വിശ്രമിക്കൂ. അദ്ദേഹം അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. പിറ്റേന്ന് ഡേവിഡിന് കോളേജിൽ നിന്നും കോൾ വന്നു. അവൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. പക്ഷേ അന്ന കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടില്ല. ഒരു വിദ്യാർത്ഥിനിയായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് നിബന്ധന. സമ്മതമാണ് ഇച്ചായ. പക്ഷെ വീട്ടിലെത്തിയാൽ നിങ്ങൾ എൻ്റെ പഴയ ചൂടൻ മാഷ് തന്നെ ആയിരിക്കണം. അന്ന ചിരിച്ചു. സെൻറ് തെരേസസ് കോളേജിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ അന്നയുടെ മനസ്സിൽ ഒരു വല്ലാത്ത പരിഭ്രമമായിരുന്നു. വണ്ടി പാർക്ക് ചെയ്തിറങ്ങിയ ഡേവിഡ് അവളെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ധൈര്യമായിരിക്കും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ കോളേജിനുള്ളിൽ അവർ തമ്മിൽ അധികം ഇടപഴകാൻ പാടില്ല എന്ന നിബന്ധന അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. അന്ന ക്ലാസ്സിലേക്ക് നടന്നു. വരാന്തയിൽ വെച്ച് അവൾ തൻ്റെ പഴയ കൂട്ടുകാരി മീരയെ കണ്ടു. മീര അവളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അന്ന, നീ തിരിച്ചു വന്നല്ലോ. നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം കോളേജിൽ എല്ലാവരും അറിഞ്ഞു. പക്ഷേ മാനേജ്മെൻറ്റ് അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്നറിയില്ല, മീര രഹസ്യമായി പറഞ്ഞു. അതേ മീര, പക്ഷെ ഇവിടെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തവരാണെന്ന് കാണിക്കണം. അതാണ് കണ്ടീഷൻ.
അന്ന ക്ലാസ്സിലിരിക്കുമ്പോഴാണ് പുതിയ യൂണിയൻ ചെയർമാൻ അഭിഷേക് അകത്തേക്ക് വന്നത്. സഞ്ജയിനേക്കാൾ കുശാഗ്ര ബുദ്ധിയുള്ളവനായിരുന്നു അവൻ. അന്നയെ കണ്ടതും അവൻ അവളുടെ അടുത്ത് വന്നു. വെൽക്കം ബാക്ക് ഹന്ന. നിന്റെ മിസ്സിങ് ഇവിടെ എല്ലാവരും അറിഞ്ഞു. പ്രത്യേകിച്ച് ഡേവിഡ് സാർ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാകും അല്ലേ? അവൻ പരിഹാസത്തോടെ ചോദിച്ചു. അന്ന അവനെ ഗൗനിക്കാതെ തൻ്റെ പുസ്തകത്തിലേക്ക് നോക്കി. അഭിഷേക് ഒന്ന് തിരിച്ച് പുറത്തേക്ക് പോയി. അവൻ്റെ നോട്ടമൊട്ട് ശരിയല്ലെന്ന് അന്നയ്ക്ക് തോന്നി. അടുത്ത പീരീഡ് ഡേവിഡിൻ്റേതായിരുന്നു. അദ്ദേഹം ഗൗരവത്തിൽ ക്ലാസ്സിലേക്ക് കയറി. അന്നയുടെ കണ്ണുകൾ അദ്ദേഹത്തിൽ തങ്ങി നിന്നു. വീട്ടിൽ വെച്ച് തന്നെ താലോലിക്കുന്ന, നെറ്റിയിൽ ചുംബിക്കുന്ന, ഇന്നലെ തൻ്റെ എല്ലാം സ്വന്തമാക്കിയ ആ മനുഷ്യനാണ് ഈ നിൽക്കുന്നതെന്ന് അവൾക്ക് അത്ഭുതം തോന്നി. ഡേവിഡ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ ആരും കാണാതെ അന്നയൊന്ന് നോക്കി. ആ നിമിഷം അവൾക്ക് 1000 ചുംബനങ്ങളേക്കാൾ മധുരമുള്ളതായിരുന്നു. ഇൻ്റർവെൽ സമയത്ത് അന്ന ലൈബ്രറിയിലെ ഒരു വിജനമായ മൂലയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ അവളുടെ പുറകിലൂടെ വന്ന് കണ്ണുകൾ പൊത്തി. അവൾ ഞെട്ടിപ്പോയി. ഇച്ചായ, അവൾ മെല്ലെ വിളിച്ചു. കൈകൾ മാറിയപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഡേവിഡാണ്. അദ്ദേഹം ഒന്ന് ചിരിച്ചു. ആരും കാണില്ല അന്ന, പേടിക്കണ്ട. അദ്ദേഹം അവളെ ആ ഷെൽഫുകൾക്കിടയിലുള്ള ഇടുങ്ങിയ സ്ഥലത്തേക്ക് വലിച്ചടിപ്പിച്ചു. എൻ്റെ കാന്താരി ഒന്ന് കാണാതെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ഡേവിഡ് അവളുടെ മുടിയിഴകൾ മാറ്റി കഴുത്തിൽ തൻ്റെ മുഖം അമർത്തി. ആ സ്പർശനത്തിൽ അന്ന ഉരുകിപ്പോയി. ഇച്ചായ, ആരെങ്കിലും വരും, വിട്. അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. വരട്ടെ. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നതിന് ആരെ പേടിക്കാനാണ്? അവൻ അവളുടെ ചുണ്ടുകളിൽ പതുക്കെ കടിച്ചു. പ്രണയത്തിൻ്റെ ആ വശ്യമായ നിമിഷത്തിൽ അവർ പുറം ലോകം മറന്നു. ഡേവിഡിൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ മുറുകി. പെട്ടെന്ന് പുറത്തൊരു കാൽപെരുമാറ്റം കേട്ട് ഡേവിഡ് വേഗം കൈകൾ പിൻവലിച്ചു മാറി നിന്നു. അഭിഷേകായിരുന്നു അത്. അവൻ അവിടുത്തെ ഷെൽഫിൽ എന്തോ തിരയുന്നത് പോലെ അഭിനയിച്ചു. ഓ, ഡേവിഡ് സാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കരുതി അന്ന ഒറ്റയ്ക്കായിരിക്കുമെന്ന്. അഭിഷേക് ഒരു വക്രബുദ്ധിയോടെ ചിരിച്ചു. ഡേവിഡ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. പക്ഷേ അന്നയ്ക്കറിയാമായിരുന്നു അഭിഷേക് തങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നെന്ന്. അന്ന് വൈകുന്നേരം കോളേജ് വിട്ടിറങ്ങുമ്പോൾ ഡേവിഡിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. നിങ്ങളുടെ രഹസ്യങ്ങൾ ഇനി അധികകാലം രഹസ്യമായിരിക്കില്ല പ്രൊഫസർ. അന്നയെ എനിക്ക് വിട്ടുതരുന്നതാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഡേവിഡിൻ്റെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. പുതിയൊരു യുദ്ധത്തിന് ക്യാമ്പസ് ഒരുങ്ങുകയായിരുന്നു. ഡേവിഡിൻ്റെ ഫോണിലെ ആ ഭീഷണി സന്ദേശം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അഭിഷേക് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. സഞ്ജയേക്കാൾ ബുദ്ധിയും ക്രൂരതയുമുള്ളവനാണ് അഭിഷേക്. അവൻ അന്നയെ ലക്ഷ്യം വയ്ക്കുന്നതായി ഡേവിഡിനെ തകർക്കാനാണ്. അന്ന് രാത്രി തറവാടിലെത്തിയപ്പോൾ ഡേവിഡ് വല്ലാതെ ഗൗരവത്തിലായിരുന്നു. അന്ന കുളിച്ചു കഴിഞ്ഞ് മുടി ഉണർത്തുകയായിരുന്നു. ഡേവിഡ് പതുക്കെ വന്ന് അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. എന്താ കലിപ്പൻ സാറേ ഇത്ര ഗൗരവം? അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ചോദിച്ചു. ഒന്നുമില്ല അന്ന, കോളേജിലെ ടെൻഷനാണ്, അവൻ നുണ പറഞ്ഞു. സഞ്ജയ് പോയല്ലോ, ഇനി ആരെ പേടിക്കാനാണ്? ഡേവിഡ് ഒന്നും മിണ്ടാതെ അവളെ തനിക്ക് നേരെ തിരിച്ചു. അവളുടെ മുഖം തൻ്റെ കൈകളിലെടുത്തു. അന്ന, നീ ഒരിക്കലും എന്നെ വിട്ടു പോകില്ലല്ലോ. അവൻ്റെ കണ്ണുകളിൽ ഒരു ഭയം നിറഞ്ഞിരുന്നു. അന്ന ചിരിച്ചു. എന്താ സാർ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ നിങ്ങളുടെ താലി കഴുത്തിൽ ചാർത്തിയവളല്ലേ. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ പേടിയാകുന്ന കാന്താരി. ഡേവിഡ് അവളുടെ നെറ്റിയിൽ ദീർഘമായി ചുംബിച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ കവിളുകളിൽ തലോടി. പ്രണയവും ആശങ്കയും കലർന്ന ആ നിമിഷത്തിൽ അദ്ദേഹം അവളെ തന്നോട് ചേർത്ത് നിർത്തി. അവളുടെ വസ്ത്രത്തിൻ്റെ മണവും പെർഫ്യൂമിൻ്റെ ഗന്ധവും അവനെ വല്ലാതെ ആകർഷിച്ചു. അവൻ അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. അടുത്ത ദിവസം കോളേജ് എത്തിയപ്പോൾ ഡേവിഡ് അന്നയെ എപ്പോഴും നിരീക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകി. അഭിഷേക് എപ്പോഴും അവളെ പിന്തുടരുന്നത് അവൻ കണ്ടു. ഇൻ്റർവെൽ സമയത്ത് അന്ന ക്യാൻറ്റീനിലേക്ക് പോകുകയായിരുന്നു. പെട്ടെന്ന് അഭിഷേക് അവളുടെ മുന്നിലേക്ക് വന്നു. അന്ന, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല അഭിഷേക്. അവൾ അവനെ ഗൗനിക്കാതെ മുന്നോട്ട് നടന്നു. ഡേവിഡ് സാർ നിന്നെ ചതിക്കുകയാണ് അന്ന. അവൻ വെറും ഒരു അധ്യാപകൻ മാത്രമല്ല. അവൻ്റെ പഴയൊരു കാമുകി വന്ന കഥ നിനക്കറിയുമോ? അഭിഷേക് ഒരു വലിയ കഥ അവളോട് പറഞ്ഞു. അന്ന നടുങ്ങിപ്പോയി. നുണ, നീ നുണ പറയുകയാണ്. അല്ല, ഞാൻ നിനക്ക് പ്രൂഫ് കാണിക്കാം. അഭിഷേക് ഒരു പഴയ ഫോട്ടോ കാണിച്ചു. ഡേവിഡ് ഒരു പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ദൃശ്യമായിരുന്നു അത്. അന്നയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ആ പെൺകുട്ടി ഡേവിഡിനെ ചേർത്ത് പിടിച്ചിരുന്നു. അന്നയ്ക്ക് വല്ലാത്തൊരു അസൂയയും സങ്കടവും തോന്നി. ഡേവിഡിനൊരു ഭൂതകാലമുണ്ടായിരുന്നോ? അതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കൂ, ഞാൻ നിന്നെ നന്നായി നോക്കും. അവൻ്റെ കൂടെ പോയാൽ നിൻ്റെ ജീവിതം വേസ്റ്റ് ആകും. അഭിഷേക് അവളുടെ കയ്യിൽ പിടിക്കാനാഞ്ഞു. വിടടാ അവളെ.
ഡേവിഡിൻ്റെ ശബ്ദം അവിടെ മുഴുകി. ഡേവിഡ് അഭിഷേകിൻ്റെ കോളറിൽ പിടിച്ചു. ഇനി ഇവളെ തൊട്ടാൽ നിന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും. ഓ, പ്രൊഫസർ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി അന്ന ഒറ്റയ്ക്കായിരിക്കുമെന്ന്. അഭിഷേക് പരിഹാസത്തോടെ ചിരിച്ചു. ഡേവിഡ് അവനെ തറയിൽ അടിച്ചു വീഴ്ത്തി. ഇനി അവളുടെ നിഴൽ കണ്ടാൽ പോലും നിനക്ക് നല്ലതല്ല. എന്നാൽ അഭിഷേക് കൗശലത്തോടെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. നമുക്ക് കാണാം ഡേവിഡ് സാർ. ഡേവിഡ് അന്നയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടുപോയി. എന്താ അന്ന അവൻ പറഞ്ഞത്? സാർ, ആ ഫോട്ടോ. അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തി. അതെൻ്റെ കഴിഞ്ഞ കാലമാണ് അന്ന. അതിനെൻ്റെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഡേവിഡിൻ്റെ കണ്ണുകളിൽ സങ്കടം നിറഞ്ഞിരുന്നു. എനിക്ക് വിശ്വാസമാണ് സാർ, പക്ഷേ എനിക്ക് പേടിയാകുന്നു. അവൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരഞ്ഞു. പേടിക്കേണ്ട പൊന്നെ, ഞാൻ കൂടെയുള്ളപ്പോൾ നിനക്കൊരു പേടിയും വേണ്ട. ഡേവിഡ് അവളെ ആശ്വസിപ്പിച്ചു. അതേസമയം അഭിഷേക് തൻ്റെ അടുത്ത നീക്കം പ്ലാൻ ചെയ്യുകയായിരുന്നു. ഡേവിഡിൻ്റെ പഴയ കാമുകി കോളേജിലേക്ക് കൊണ്ടുവരാനാണ് അവൻ്റെ അടുത്ത പ്ലാൻ. അഭിഷേക് കാണിച്ച ആ ഫോട്ടോ അന്നയുടെ മനസ്സിനെ വല്ലാതെ ഉഴുതുമറിച്ചു. ഡേവിഡിനെ അവൾക്ക് വിശ്വാസമാണ്. എങ്കിലും ആ പെൺകുട്ടി ആരായിരിക്കുമെന്ന ചോദ്യം അവളുടെ നീറ്റിലുണ്ടാകും. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അന്ന വല്ലാതെ മൗനിയായിരുന്നു. ഡേവിഡ് അവളുടെ അടുത്ത് വന്ന് പതുക്കെ തോളിൽ കൈവച്ചു. എന്താ കാന്താരി, ആ പഴയ ഫോട്ടോ കണ്ടിട്ടാണ് ഈ മുഖം വെറുപ്പിച്ചിരിക്കുന്നത്? അന്ന ഒന്നും മിണ്ടാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ഡേവിഡ് അവളെ പിന്നിൽ നിന്ന് പൊതിഞ്ഞു പിടിച്ചു. അവളുടെ കഴുത്തിൽ മുഖം അമർത്തിച്ചുകൊണ്ട് അദ്ദേഹം മന്ത്രിച്ചു. അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളാണ് അന്ന. എൻ്റെ ലോകം, ഇന്നത്തെ ലോകം നീ മാത്രമാണ്. അദ്ദേഹം അവളെ തനിക്ക് നേരെ തിരിച്ചു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ തുമ്പിക്കൈ വിരലുകൾ കൊണ്ട് തുടച്ചു മാറ്റി. അവളുടെ പേര് ശ്വേത എന്നായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചവരാണ്. പക്ഷെ അവൾ എന്നെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ പോയി. അന്നു മുതൽ എൻ്റെ ഹൃദയം ഒരു കല്ല് പോലെയായിരുന്നു നീ വരുന്നത് വരെ. ഡേവിഡ് അവളുടെ നെറ്റിയിൽ ആർദ്രമായി ചുംബിച്ചു. ആ ചുംബനം അവളുടെ സങ്കടങ്ങളെ അലിയിച്ചു കളഞ്ഞു. അദ്ദേഹം അവളെ എടുത്ത് കട്ടിലിലിരുത്തി അവളുടെ പാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു,